ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 75-ാമത്തെയും 76-ാമത്തെയും മന്ത്രമാണ് മന്ത്രിണ്യംബ വിരചിത വിഷംഗ വധതോഷിത എന്നുള്ളതും വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത എന്നുള്ള മന്ത്രങ്ങളും ആണ്. മന്ത്രിണീ ദേവി മന്ത്രിണ്യംബ വിരചിത വിഷംഗ വധതോഷിത. ശ്രീ ലളിതാ പരമേശ്വരി വിഷംഗൻ വധിക്കപ്പെട്ടു, അത് മന്ത്രിണീ ദേവിയാൽ വധിക്കപ്പെട്ടു. മന്ത്രിണ്യംബ വിരചിത വിഷംഗവധ, വിഷംഗൻ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടു. അതിൽ തോഷിത ദേവി സന്തോഷം പ്രകടിപ്പിച്ചു. ദേവി സന്തുഷ്ടയായി. വിഷംഗൻ വധിക്കപ്പെട്ടു, മന്ത്രിണി ദേവി വധിച്ചു, അതിൽ ദേവി സന്തുഷ്ടയായി. വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത. അതേപോലെ വിശുക്രൻ എന്നുള്ള ഭണ്ഡാസുരൻ്റെ അനിയൻ, അയാളുടെ പ്രാണൻ ഹരിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. വാരാഹി ദേവിയാണ് വന്നത്. വാരാഹി വീരനന്ദിത. വാരാഹിയുടെ അതിപരാക്രമം കണ്ടിട്ട് ദേവി സന്തുഷ്ടയായി. വീരനെ നന്ദിച്ചു, അഭിനന്ദിച്ചു, സന്തോഷം പ്രകടിപ്പിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ വിഷംഗനെ മന്ത്രിണി ദേവി കൊന്നു, വിശുക്രനെ വാരാഹി ദേവി കൊന്നു എന്നൊക്കെ ഉള്ള വാർത്ത ദേവി കേട്ടപ്പോൾ വളരെ സന്തുഷ്ടയായി, സന്തോഷം പ്രകടിപ്പിച്ചു എന്നാണ് ഈ രണ്ട് മന്ത്രങ്ങളുടെയും അർത്ഥം. വിഷംഗൻ എന്ന് വെച്ചാൽ തെറ്റായ സംഘത്തോടു കൂടിയവൻ എന്നാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥം. ബഹിർമുഖ വൃത്തികളും വേണ്ടാത്തവരുടെ കൂട്ടുകെട്ടും അതുപോലെ ദുസ്സംഗം, നാസ്തികന്മാരുടെ കൂടെയുള്ള ഇടപഴകലും, അതുപോലെ അങ്ങനത്തെ ചിന്തകളും അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കലും അങ്ങനത്തെ മനോവൃത്തികളും, ദൈന്യം, അതുപോലെ എന്നെക്കൊണ്ടാവില്ല, നമുക്കിത്രേ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ആലസ്യം, ഇതൊക്കെ മന്ദവൈരാഗ്യത്തിൻ്റെയും മുക്തന്മാരുടെ ലക്ഷണമല്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ സംഘത്തിലുള്ളവരാണ് വിഷംഗന്മാർ. പണ്ടൊരു വിഷംഗനെ മന്ത്രിണി ദേവി കൊന്നു. ഇന്നുള്ള എത്രയോ അനേകായിരം വിഷംഗന്മാരുടെ ദുസ്സംഗത്തിൽ നിന്നും, എത്രയോ ചീത്ത സ്വഭാവമുള്ളവരും എത്രയോ കള്ളുകുടിയന്മാർ മുതലായവരുടെയൊക്കെ സംഘത്തിൽ നിന്ന് മാറ്റി സത്സംഗത്തിലേക്ക് അമ്മ കൊണ്ടുവരുന്നു. എല്ലാ മഹാപുരുഷന്മാരും ചെയ്യുന്നതാണ് സത്സംഗത്വേ നിസ്സംഗത്വം എന്ന്. സത്സംഗം കൊണ്ടാണ് ഒരാൾ നല്ല വൃത്തികളിലേക്ക് വരുന്നത്. അങ്ങനെ വിഷംഗൻ എന്നുള്ളത് തെറ്റായ സംഘത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അസുരനാണ്. വിശുക്രൻ എന്ന് വെച്ചാൽ, ശുക്ലം എന്ന് വെച്ചാൽ ഓജസ്, ശക്തി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ശുക്രം എന്ന് വെച്ചാൽ വെളുത്തത്, ധാർമ്മികം എന്ന് മറ്റൊരു അർത്ഥം. അപ്പോൾ നല്ല സന്മാർഗത്തിൽ പോകുന്നവരും അല്ലെങ്കിൽ സച്ചിന്ത കൊണ്ട് നല്ല ഓജസ്സോടു കൂടിയുള്ളവരും ശുക്രന്മാരെന്ന് പറയാവുന്നവർ. വിശുക്രം എന്ന് വെച്ചാൽ വിഗതം ശുക്രം, അതില്ലാത്തവർ, എപ്പോഴും തെറ്റായ വഴിയിലേ പോവുള്ളൂ എന്നുള്ളവർ, തൻ്റെ ശക്തി മുഴുവൻ ബാഹ്യപ്രവൃത്തികളിൽ നശിപ്പിക്കുന്നവർ. ഇങ്ങനെയുള്ളവർക്കൊന്നും ആധ്യാത്മികതയിൽ അവർക്ക് വലിയ പുരോഗതി ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ ഈ ഭണ്ഡ സൈന്യം എന്നുള്ളത് ബഹിർമുഖ വൃത്തികളുടെ ഒരു പ്രതീകമാണെന്ന് പറഞ്ഞു. അതുപോലെ 3 തരം മലങ്ങളാണ് വേദാന്ത പരിഭാഷയിൽ പറയുന്നത്. ആണവം, ഇത് ശൈവ സിദ്ധാന്തത്തിലാണ് കൂടുതലുള്ളത്. ആണവം, കർമ്മം, മായാമലം എന്ന് പറയും. 3 ദോഷങ്ങളായിട്ട് പറയും. ഏറ്റവും ചുരുക്കത്തിലും ലളിതമായിട്ടും പറയുകയാണെങ്കിൽ ആണവമലം എന്ന് പറയുന്നത് സർവവ്യാപ്തമായ ചൈതന്യത്തെ അണുവായിട്ട് കണക്കാക്കുന്നത്, ചെറുതായിട്ട് കണക്കാക്കുന്നത്, എല്ലായിടത്തുമുള്ള പരമാത്മാവിനെ ചുരുങ്ങിയ ശരീരത്തിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ആണവമലം. കർമ്മമലം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും, കൈ, കാല്, ഹസ്തോപസ്ഥ, പാണി, പാദ, വായു എന്നൊക്കെ ഉള്ള കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും, ചക്ഷുസ്, ശ്രോത്രം, ശ്രവണം, നയനം, ജിഹ്വ എന്നൊക്കെ ഉള്ള ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് വരുന്ന ദോഷങ്ങളാണ് കാർമ്മികമായിട്ടുള്ള ദോഷങ്ങൾ. മായാമലം എന്ന് പറയുന്നത്
ഒരു അന്ധകാരത്തിൽ, മന്ദാന്ധകാരത്തിൽ, ഇരുട്ടുമല്ല വെട്ടമല്ല, അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മൾ വസ്തുതകളെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഒരു വെട്ടമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോയി നിന്നു, ഒരു തൂണിനെ കണ്ടു, അത് ആളാണെന്ന് നമ്മൾ ധരിച്ചു. അതുപോലെ ഇരുട്ടത്ത് ഒരു കയറിനെ കണ്ടു, അത് പാമ്പാണെന്ന് നമ്മൾ ധരിച്ചു. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളാണ്. ഇതൊരു അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ആണവം, കർമ്മം, മായാമലം എന്നുള്ള 3 പ്രധാനപ്പെട്ട മനോദോഷങ്ങൾ, അത് 10 ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ 30 പേര്, അവരെയാണ് ഭണ്ഡപുത്രന്മാർ എന്ന് ഭണ്ഡാസുരവധം വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ 30 ഭണ്ഡപുത്രന്മാരെ ബാലാ ത്രിപുരസുന്ദരി കൊന്നു. അതുപോലെ മന്ത്രിണി ദേവി മനസ്സിൻ്റെ ശക്തി, മനസ്സിൻ്റെ അതിദേവത, മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അതിദേവത എന്നുള്ള രീതിയിൽ ദേവി ആത്മവൃത്തികളെ വർദ്ധിപ്പിക്കുവാനും മനസ്സിനെ ഈശ്വരനിലേക്ക് ഏകാഗ്രമാക്കുവാനും മന്ത്രിണി ദേവി സഹായിക്കുന്നതായിട്ടും, അതുപോലെ ദുർവൃത്തങ്ങളെ, ചീത്ത സ്വഭാവങ്ങളെ ദണ്ഡോപായം കൊണ്ട് ഹനിക്കുന്ന ദണ്ഡനാഥാദേവി നമ്മളെ നല്ല വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വരുവാൻ സഹായിക്കുന്നതായിട്ടും, ഏറ്റവും സാധാരണപ്പെട്ട ജനങ്ങൾക്കും കൂടി മനസ്സിലാവാൻ പാകത്തിന് ഈ ബാലാ ത്രിപുരസുന്ദരി ഭണ്ഡപുത്രന്മാരെ വധിച്ചതായിട്ടും, അതുപോലെ മന്ത്രിണി ദേവി തെറ്റായ സംഘത്തിൽപ്പെട്ട വിഷങ്കനെ വധിച്ചതായിട്ടും, ശക്തി കുറഞ്ഞവരെ, തെറ്റായ വഴികളിൽ ശക്തി ചോർന്നു പോകുന്നവരെ, വിശുക്കരനെ ദണ്ഡനാഥ ഹനിച്ചതായിട്ടും ഒക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ലളിതാ സഹസ്രനാമം പറഞ്ഞു തരുന്നു. അമ്മ പറയാറുണ്ട്, ഏകാഗ്രമായിട്ട് ധ്യാനിക്കുകയാണെങ്കിൽ, ആ ശക്തിയുള്ളവരാണെങ്കിൽ, ഈശ്വരചിന്ത മാത്രം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ അവരുടെ മുറികളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം. അതിന് കഴിവില്ലാത്തവരായതുകൊണ്ടാണ് എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്ത് ചിത്തശുദ്ധി വരുത്തുവാൻ വേണ്ടി അമ്മ ഓരോരുത്തരെ കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നതായിട്ടും. അപ്പോൾ ഇതാണ് എല്ലാവരും പറയുന്നത്, ഈശ്വരാർപ്പിതം നിശ്ചയാകൃതം ചിത്തശോധകം മുക്തിസാധകം. മുഴുവൻ സമയവും നമുക്ക് ധ്യാനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി അല്ലാതെ ലോകഹിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പരമാത്മാവിന് വേണ്ടി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈശ്വരാർപ്പിതമായിട്ട് സ്വന്തം ഇച്ഛകളെ ഉപേക്ഷിച്ചുകൊണ്ട് ചിത്തശോധകമായിട്ടുള്ള കർമ്മയോഗത്തിൽ ഏർപ്പെടണം എന്നാണ് മഹാപുരുഷന്മാരൊക്കെ നമ്മളെ ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ ലളിതമായ രീതിയിൽ ഒരു യുദ്ധമെന്ന ഒരു ആവരണത്തിലൂടെ നമുക്ക് ലളിതാ സഹസ്രനാമം മനസ്സിലാക്കി തരുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.